ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്വയർ ഫീറ്റിൽ പെടാത്തതായിട്ടുള്ള കുറച്ച് വർക്കുകളുണ്ട്. നമ്മളതിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് ആ വീടിൻ്റെ ഔട്ടർ ടു ഔട്ടർ അളവാണ്. അതായത് ബെഡ്റൂം, ലിവിംഗ് റൂം, കിച്ചണ്, സിറ്റ് ഔട്ട്, കാർ പോർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടക്കമാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കൂട്ടുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ സ്ക്വയർ ഫീറ്റ് വരില്ല, എങ്കിലും അതിൻ്റെ വർക്കുകൾ അവിടെ അഡീഷണൽ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണമാണ് ഈ ഒരു സ്ലോപ്പ് പ്രൂഫ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബാൽക്കണി ഏരിയ ആണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബാൽക്കണിയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു സ്ലോപ്പ് പ്രൂഫ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പുറത്തു നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു എലിവേഷൻ്റെ ഒരു ഭംഗി കിട്ടാനായിട്ട് സ്ലോപ്പ് പ്രൂഫായിട്ട് ചെയ്തിട്ട് ഇതിൽ ഓടൊക്കെ പതിപ്പിച്ച് ഭംഗിയാക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയും ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലോപ്പായിട്ട് അതിൻ്റെ ബ്രിക്ക് വർക്ക് ചെയ്യണം. അതിൻ്റെ മേളിൽ സ്ലാബ് അടിച്ചിട്ട് ക്യാൻഡിലിവറായിട്ട് രണ്ട് സൈഡിലോട്ടും സപ്പോർട്ട് കൊടുത്തിട്ട് കമ്പിയൊക്കെ കൂടുതലിട്ട് ബീമും ഒക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ സ്ലാബ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ശേഷം ഓട് പതിപ്പിക്കണം. അങ്ങനെ ഇത്രയും വർക്കുകളാണ് ഇതിൽ വരുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു ഭാഗം സ്ക്വയർ ഫീറ്റ് ആയിട്ട് കൂട്ടുകയില്ല. അപ്പോൾ നമ്മളൊരു ടോട്ടൽ വീടിൻ്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഘടകങ്ങളും കൂടെ അനുസരിച്ചായിരിക്കണം നമ്മൾ ആ വീടിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വീട് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴോ ഒക്കെ ആണെങ്കിലും ഇത്രയും ചെയ്തെടുക്കണമെങ്കിൽ അതിനൊരു 1 ലാഖിനടുത്ത് പൈസ നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. പക്ഷേ ഇത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരികയുമില്ല. അപ്പോൾ നമ്മളൊരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ആ സ്ക്വയർ ഫീറ്റ് ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഘടകങ്ങളും കൂടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ റേറ്റ് തീരുമാനിക്കാനായിട്ട്.